ഹായ് ഓൾ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യണ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് വേണ്ടത് ടോട്ടലി ഞാൻ 2 kg വെയിറ്റിലുള്ള കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ, കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ വെള്ളമാണ്, അത് ഒഴിച്ചിട്ട് ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാണെങ്കിൽ കുറച്ച് അധികം ടൈം പിടിക്കും മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് സമയം അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫുൾ കാരമലായിട്ട് വരും. അതിൻ്റെ ശേഷം മിക്സ് ചെയ്തിട്ട് ഫുള്ള് അതിൻ്റെ ആ ഷുഗറെല്ലാം മെൽറ്റാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ല ചൂടുള്ള 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ആ വെള്ളം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. ഇനിയിപ്പോൾ അതൊരു 1/4 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ 2 kg ആയതുകൊണ്ട് തന്നെ 6 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നോർമൽ ഷുഗർ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ കളറ് കുറച്ച് ഒരു ചേഞ്ച് വരും. അപ്പം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം 2 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡ് മിക്സറാണെങ്കിൽ കുറച്ചധികം ടൈം ബീറ്റ് ചെയ്തിട്ട് ഇതൊരു ലൈറ്റ് ഒരു കളറാവണ വരെ ബീറ്റ് ചെയ്തെടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അതൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. എഗ്ഗും ഷുഗറും എല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ 2 kg കേക്ക് ആയതുകൊണ്ട് തന്നെ 1 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം നേരത്തെ കാരമൽ ചെയ്തിട്ടുള്ള ഷുഗർ കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം 1 കപ്പ് നമുക്ക് ഷുഗർ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ബ്രൗൺ ഷുഗർ 1 കപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ഒരു കാരമൽ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ടോട്ടലി 2 കപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ആയി കിട്ടും. പിന്നെ ഈ ഡേറ്റ്സ് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഓവർ മധുരം വേണ്ട. ഓവർ മധുരം വേണമെന്നുള്ളവർക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഓയിലും കാരമലും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇനി അതിനെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം 3 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് നട്ട്മഗ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഫ്ലേവർ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ മതി കേട്ടോ. പിന്നെ അത് ഞാനിതിൽ വീഡിയോയിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് ക്യാമറ ഓഫായിരുന്നു. പിന്നെ അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൈദ അരിച്ചതായിരുന്നു കേട്ടോ. അത് കുറേശ്ശായിട്ട് ഈ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫ്ലോർ ഇട്ടതിൻ്റെ ശേഷം അതൊരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് ഫ്ലോർ ഇടരുത്. ഇനിയിപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഫ്ലോർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്ലോറിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും അതുപോലെ ഡേറ്റ്സും ഇട്ട് കൊടുക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്പാച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ ഫ്ലോർ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ ബാറ്ററൊക്കെ കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ. അപ്പോൾ ഫ്ലോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ളതെല്ലാം താഴോട്ടാക്കിയിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ കുറച്ചൊരു തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ടോട്ടൽ 1 കപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ്. അതും ഗ്രേറ്റ് ചെയ്തതിൻ്റെ ശേഷം അളന്നെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റിൻ്റെ അളവ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക, പക്ഷേ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ക്യാരറ്റും ഡേറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഒരിക്കലും നമ്മൾ ബാറ്ററി ലൂസായി പോകരുത്. ലൂസായി കഴിഞ്ഞാൽ ഇതെല്ലാം താഴോട്ട് പോകും. അത് ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ 3 കപ്പ് ഫ്ലോർ തന്നെ എടുക്കുക കേട്ടോ. 6 എഗ്ഗിൽക്ക് 3 കപ്പാണ് വേണ്ടത്. അതായത് 1 kgക്കാണെന്നുണ്ടെങ്കിൽ 3 എഗ്ഗും 1.5 കപ്പ് ഫ്ലോറുമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വന്നിട്ടുള്ളത്. എല്ലാം ഡേറ്റ്സും എല്ലാം അതിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 10 ഇഞ്ചിൽ ഉള്ളൊരു സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മുകളിലായി ഡെക്കറേഷനായിട്ട് കുറച്ച്
ബ്ലാക്ക് റേസിൻസും കാഷ്യൂ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കാഷ്യൂ കുറച്ച് കയ്യിലുള്ളൂ, അപ്പോൾ റേസിൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് എല്ലാം പോണ രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ബേക്കായി വന്നപ്പോഴുള്ള രൂപട്ടോ. കാരണം നമ്മൾ മുകളിലിട്ടിട്ടുള്ള ആ ഒരു റേസിൻസ് എല്ലാം മുകളിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ബാറ്റർ താഴ്ന്നു പോണ ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ താഴോട്ട് പോകും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക ബാറ്ററിനെ. അപ്പോൾ താഴെയുള്ള ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് 2 kg ആണ് വന്നിട്ടുള്ളത്. 10 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് റൗണ്ടിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കട്ട് ചെയ്യാനും പീസ് ആക്കാനും ഈസിക്ക് വേണ്ടിയിട്ട് സ്ക്വയറിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തപ്പം എന്താ പറയുക, ഡേറ്റ്സ് എല്ലാം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് കേട്ടോ മിക്സിങ്ങിൽ. പിന്നെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത്യാവശ്യം കുറച്ചൊന്ന് ടാപ്പ് ചെയ്താൽ മാത്രമേ ബബിൾസ് എല്ലാം പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിൽ കണ്ടിട്ടുണ്ടാകും കുറച്ച് ബബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ആ ഭാഗം ടാപ്പ് ചെയ്താൽ തന്നെ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ ഇത് അതുപോലെയാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ഫ്ലോറും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്